നിയമനത്തിൽ നിന്നും പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകി കമ്പനി. തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് പിരിച്ചുവിടൽ ആനുകൂല്യമായ തുക നൽകിയിരിക്കുന്നത്. തിയോഫിൻ ചേരുകയാണ് വിവരങ്ങളുമായി. തിയോഫിൻ, ഇതാ കുറേയധികം ചർച്ചകൾ, അവരുടെ ആശങ്കകൾക്കൊക്കെ ഒടുവിൽ ജോലിയില്ല എങ്കിലും 5 മാസത്തെ കൂടിയുള്ള ശമ്പളം അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അവരതിൽ തൃപ്തരാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ദൂരി, 3-4 ഘട്ടങ്ങളായി നടന്ന ചർച്ച, അത്രയധികം ചർച്ചകൾ നീണ്ടുപോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ പിരിച്ചുവിടുന്ന സമയത്ത് കോറോ ഹെൽത്തിലെ തൊഴിലാളികൾക്ക് ആദ്യം 2 മാസത്തെ ശമ്പളം നേരത്തെ കമ്പനി നൽകിയിരുന്നു. പിന്നീടാണ് തങ്ങളുടെ ജോലിക്ക് ഉറപ്പുവരുത്തണം, അതായത് കൊച്ചിയിലും കോഴിക്കോടുമുള്ള ഓഫീസുകളിൽ നിന്നായി 800ഓളം പേരാണ്, 826 കൃത്യമായി എണ്ണം പറയുകയാണെങ്കിൽ അത്രയും ജീവനക്കാരെയാണ് കമ്പനി പിരിച്ചുവിടാൻ തീരുമാനിച്ചതും ഇവർക്ക് പിരിച്ചുവിടുന്നതായി അറിയിച്ചുകൊണ്ട് ഇനി മുതൽ കമ്പനി പ്രവർത്തനമില്ല എന്ന് അറിയിക്കുകയും 2 മാസത്തെ ശമ്പളം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് തൊഴിലാളികൾ പിന്നീട് സമരം നടത്തിയത്. ലേബർ ഓഫീസിനെ വിവരം അറിയിച്ചിരുന്നു. തൊഴിൽ വകുപ്പ് ഇടപെട്ടു. തൊഴിൽ മന്ത്രിയുമായി ആദ്യം നടത്തിയ ചർച്ചയിൽ കമ്പനിയുടെ അധികൃതരാരും പങ്കെടുത്തില്ല. പിന്നീട് അതായത് ആദ്യം തൊഴിൽ മന്ത്രി ഒരു ചർച്ചയ്ക്ക് നിർദ്ദേശിക്കുകയും തൊഴിൽ മന്ത്രിയുടെ പ്രതിനിധിയായി ഉമാ തോമസ് MLA പങ്കെടുത്തു. ആ ചർച്ചയിൽ കമ്പനി പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല. അടുത്ത ഘട്ടം എറണാകുളം കളക്ടറേറ്റിൽ ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ തൊഴിൽ മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തു. ആ ചർച്ചയിലും തീരുമാനമൊന്നും ആയിരുന്നില്ല. കമ്പനിയുടെ പ്രതിനിധികൾ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല, ഓൺലൈനായി പങ്കെടുക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് ചർച്ച വെച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് കമ്പനിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും പിന്നീട് 7 മാസത്തെ ശമ്പളം, ആദ്യം നൽകിയത് ഉൾപ്പെടെ 7 മാസത്തെ ശമ്പളം നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യം നൽകിയ 2 മാസത്തെ ശമ്പളത്തിന് പിന്നാലെ ഇപ്പോൾ 5 മാസത്തെ ശമ്പളം കൂടി നൽകിയിരിക്കുന്നത്. എന്തായാലും 7 മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ തൊഴിലാളികളെ മറ്റേതെങ്കിലും ബ്രാഞ്ചുകളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റ് ബ്രാഞ്ചുകളിലുള്ള ജോലി കൊച്ചിയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് നൽകുകയോ ഉള്ള തീരുമാനം എന്തായാലും ഇല്ല. നിലവിൽ പിരിച്ചുവിട്ട ജീവനക്കാർക്കെല്ലാം 5 മാസത്തെ ശമ്പളം കൂടി നൽകി കമ്പനി അവരുടെ ഈ ചർച്ചയിൽ നൽകിയ ഉറപ്പ് നൽകിയതനുസരിച്ച് 5 മാസത്തെ ശമ്പളം കൂടി നൽകിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കൊച്ചിയിലെ ഓഫീസ് ഇനി തുറന്ന് പ്രവർത്തിക്കാൻ സാധ്യതയില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക്, അതായത് മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് ഈ ജോലിക്കാർക്ക് ജോലി അന്വേഷിക്കുക എന്ന് മാത്രമാണ് ഇനി മാർഗം. കമ്പനിയുടെ പ്രവർത്തനം എന്തായാലും തൽക്കാലത്തേക്ക് തുടരാൻ ഇല്ല എന്ന നിലപാടിലാണ് കമ്പനി അധികൃതർ.